എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൂടെ ന്യൂറോ കെമിക്കൽ അല്ലെങ്കിൽ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൻ്റെ ഇംബാലൻസ് സംഭവിച്ചാൽ എങ്ങനെയാണ് മാനസിക രോഗത്തിലേക്ക് അത് അഫക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെ അത് ലീഡ് ചെയ്യുന്നു എന്നുള്ളതിനെപ്പറ്റി നമുക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞു. നമ്മൾ ഇന്ന് അഡ്രസ്സ് ചെയ്യാൻ പോകുന്ന വിഷയം എങ്ങനെയാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ബിഹേവിയർ ചേഞ്ചസുമായിട്ടുള്ള ഒരു കണക്ഷൻ എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മളിന്ന് ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അത് നമ്മൾ കൺട്രോൾ ചെയ്യും, നമ്മുടെ തോട്ട്സിനെ, ഇമോഷൻസിനെ നന്നായിട്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ഗ്ലൂട്ടാമേറ്റ്, ഗാബ അല്ലെങ്കിൽ സെറട്ടോണിൻ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ ഇങ്ങനെയൊക്കെയുള്ള ഹോർമോൺസ് നമ്മുടെ ബിഹേവിയറിനെ, ഇമോഷൻസിനെയും തോട്ടുകൾ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകൾ, നമ്മുടെ വൈകാരികമായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവത്തെയൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളത് നമ്മളൊന്ന് ഒരുമിച്ച് ചിന്തിക്കാണ്ട് പോവുകയാണ്. ഡോപ്പമിൻ എന്ന് പറയുന്ന ഹോർമോൺ അത് നമുക്ക് റിവാർഡ് നൽകുകയും പ്ലഷർ നൽകുകയും മോട്ടിവേഷൻ ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. സെറട്ടോണിൻ എന്ന് പറയുന്നത് നമ്മുടെ മൂഡിനെ, ഹാപ്പിനെസ്സിനെ, സ്ലീപ്പിനെ ഒക്കെ കൺട്രോൾ ചെയ്യുന്ന, മാനേജ് ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിരിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. അതേപോലെ ഗാബ നമുക്കൊരു കാം ആൻഡ് ക്വയറ്റ് ആയിരിക്കുന്ന അല്ലെങ്കിൽ റിലാക്സേഷൻ നൽകുന്ന ഒരു പ്രത്യേകമായിരിക്കുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ലേണിംഗ്, മെമ്മറി ഇതിനെയൊക്കെ മാനേജ് ചെയ്യുന്ന ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററാണ്. നോറിഫൈൻഫ്രൈൻ എന്ന് പറയുന്ന ആ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ നൽകുന്നത് ഒരു അലേർട്ട്നെസ് ആണ്, ഫോക്കസ് ആണ്, സ്ട്രെസ് ആണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സംഭവങ്ങളെ, ഞാൻ ഈ പറഞ്ഞ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് മാനേജ് ചെയ്യുന്ന മേഖലകൾ ഞങ്ങൾ പറഞ്ഞു. അപ്പം അത് എങ്ങനെയാണ് കൂടിയാലും കുറഞ്ഞാലും എന്തൊക്കെയാണ് ഇഷ്യൂസ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്കൊന്നും കൂടി ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഡോപ്പമിൻ ഒരുപാട് ലോ ആയിക്കഴിഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ഇല്ലാത്ത, ഇൻസൈറ്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് പോകും. അതേപോലെ തന്നെ സെറട്ടോണിൻ വളരെ ലോ ആയിക്കഴിഞ്ഞാൽ ഒരു ഡിപ്രഷനിലേക്ക് പോകും. അതേപോലെ നോറഫിൻഫ്രൈൻ നമുക്ക് നൽകുന്നത് അത് ഹൈ ആയിക്കഴിഞ്ഞാൽ, അതിൻ്റെ മൂഡ് ഹൈ ആയിക്കഴിഞ്ഞാൽ ആൻസൈറ്റി ആകും. അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് ഈ അലേർട്ട്നെസ്, സ്ട്രെസ്സൊക്കെ ഒരുപാടാകുമ്പോൾ അത് ആൻസൈറ്റിയിലേക്ക് നമുക്ക് പോകും. നമ്മൾ മനസ്സിലാക്കേണ്ട ഈ സെറട്ടോണിൻ അത് മാനേജ് ചെയ്യുന്നത് മൂഡ്, ഹാപ്പിനെസ്, സ്ലീപ്പ് ആണെങ്കിൽ ആ മൂഡും ഹാപ്പിനെസ്സും സ്ലീപ്പും നമുക്ക് കിട്ടാതെ വന്നു കഴിഞ്ഞാൽ, അത് ലോയിൽ പോയി കഴിഞ്ഞാൽ ഡിപ്രഷനിലേക്കും, റിവാർഡ്, പ്ലഷർ അല്ലെങ്കിൽ മോട്ടിവേഷൻ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ അത് വല്ലാതൊരു നോ മോട്ടിവേഷനിലേക്കൊക്കെ നമുക്ക് പോകുവാനായിട്ട് കഴിയും. ഗാബ പോലെയുള്ള ഒരു കാം ആൻഡ് റിലാക്സേഷൻ നൽകുന്ന ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അതും ഒരുപാട് ലോയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു ഇറിറ്റബിലിറ്റി, ഒരു റെസ്റ്റ്ലെസ്നെസ്സിലേക്കൊക്കെ നയിക്കപ്പെടും. ഗ്ലൂട്ടാമേറ്റ് അതേപോലെ തന്നെയാണ്. നമുക്ക് അത് ഒരുപാടായി കഴിഞ്ഞാൽ ഒരു ഓവർ സ്റ്റിമുലേഷൻ ലെവലിലേക്കും നമ്മളത് പോവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് മൂഡ് അല്ലെങ്കിൽ ഇത് ബിഹേവിയറിൽ എവിടെയാണ് അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യമാണ് നമ്മൾ അടുത്ത് ചിന്തിക്കാണ്ട് പോകുന്നത്. നമ്മുടെ ഹാപ്പിയിൽ നിന്ന് സാഡിലേക്കും, സാഡിൽ നിന്ന് ഹാപ്പിയിലേക്ക് മാറുന്നു, പോസിറ്റീവ് നെഗറ്റീവിലേക്ക് മാറുന്നു, ആക്റ്റീവ്നെസ്സിൽ നിന്ന് ഒരു ലേസിനെസ്സിലേക്ക് മാറുന്നു, ഒരു റെസ്റ്റ്ലെസ് ആയിരിക്കുന്ന ലെവലിൽ നിന്ന് അത് നേരെ ടയേർഡ്നെസ്സിലേക്ക് മാറുന്നു. അത് എൻഗേജ്ഡായി നിന്ന ഒരു വ്യക്തിയിൽ നിന്ന് ഈ ഇംബാലൻസ്ഡ് ആകുമ്പോൾ വിഡ്രോയിലേക്ക് നമ്മൾ സമൂഹത്തിന് ഉൾവലിയുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നു. അത് ഇംബാലൻസ്ഡ് ആയി കഴിയുമ്പോൾ ഈ ഒരു കാര്യം, ഇപ്പം ഡോപ്പമിൻ നോർമലായിട്ടിരിക്കണം, അതേപോലെ സെറട്ടോൺ നോർമലായിരിക്കണം, ന്യൂറോഫ്രൈൻ നോർമലായിരിക്കണം, ഗാബ, ഗ്ലൂട്ടാമേറ്റ് ഇതെല്ലാം നോർമലായിരിക്കണം. ഇത് നോർമൽ അല്ലാതെ ഒരുപാട് ലോ ആയാലും ഒരുപാട് ഹൈ ആയാലും ആൻസൈറ്റി, ഡിപ്രഷൻ, ബൈപ്പോളാർ, സ്കീസോഫ്രീനിയ പോലെയുള്ള അസുഖത്തിലേക്ക് നമ്മളെ നയിക്കപ്പെടും. അപ്പോൾ ഇതെങ്ങനെയാണ് വാട്ട് അഫക്ട്സ് ന്യൂറോ കെമിസ്ട്രി എന്നുള്ളതിനകത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കുക. സ്ട്രെസ്സ്, ട്രോമ അല്ലെങ്കിൽ ഉറക്കമില്ലാതിരിക്കുക, അൺഹെൽത്തി ഡയറ്റ്, ഡ്രഗ്സ് അല്ലെങ്കിൽ ആൽക്കഹോൾ, അല്ലെങ്കിൽ പിന്നെ ഫൈനലി ജനറ്റിക്സ്. അപ്പോൾ ഈ ഒരു മേഖലകളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു വിഷയം. ഈ ന്യൂറോ കെമിക്കൽ ഇംബാലൻസ് സംഭവിക്കുന്നത് ഏറ്റവും വലിയൊരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ സ്ട്രെസ്സ് അല്ലെങ്കിൽ ആൻസൈറ്റി ആയിരിക്കും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലിരിക്കുന്ന ഒരു ഡിപ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ഉറക്കമില്ലാതിരിക്കുക, അല്ലെങ്കിൽ അൺഹെൽത്തി ആയിരിക്കും ഡയറ്റ്. ഏറ്റവും കൂടുതൽ സാധ്യതകൾ വരുന്നത് ഈ സ്റ്റിമുലൻസ് ആയിരിക്കുന്ന സൈക്കോ ആക്റ്റീവ് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ കനാബിസ്, കഞ്ചാവ് അങ്ങനെയുള്ള നമ്മുടെ ബ്രെയിനിനെ ഒരുപാട് വേറൊരു ഉന്മാദത്തിലേക്ക് നയിക്കുന്ന എല്ലാ ലഹരി പദാർത്ഥങ്ങളും ഈ തരത്തിലുള്ള ഒരു ന്യൂറോ കെമിസ്ട്രി ഇംബാലൻസ് സംഭവിക്കുകയും മൂഡ്സിന് ചേഞ്ചസ് സംഭവിക്കുകയും മൂഡ് ഡിസോർഡേഴ്സിലേക്ക് അത് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഇതിനെ ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് കഴിയുക? ഒന്ന്, കൃത്യമായ രീതിയിൽ ഉറങ്ങുക,
നമ്മൾ എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ആയിരിക്കുന്ന ഭക്ഷണം കഴിക്കുക, നമ്മുടെ സോഷ്യൽ കണക്ഷൻസ് നമ്മൾ ബിൽഡ് ചെയ്യിപ്പിക്കുക, മെഡിറ്റേഷൻ ആൻഡ് പ്രയർ നമ്മളത് മാനേജ് ചെയ്യുക. ഇനി ഒന്നുകൂടി അഡീഷണലായിട്ട് പറയുകയാണ്, ഈ തരത്തിൽ മൂഡ് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലൊരു ഉന്മാദ സ്റ്റേറ്റിലേക്കോ അല്ലെങ്കിൽ വിഷാദ സ്റ്റേറ്റിലേക്കോ മാറുന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് നമുക്ക് വളരെ ആവശ്യമാണ്. മെഡിസിൻ നമുക്ക് വളരെ ആവശ്യമാണ്. അതുകൊണ്ട് കെമിക്കൽസ് നമ്മുടെ തോട്ടിനെയും ഇമോഷൻസിനെയും ബിഹേവിയറിനെയും കൺട്രോൾ ചെയ്യുമ്പോൾ നമ്മൾ അതിനെ നമ്മുടെ ന്യൂറോ കെമിക്കൽസിനെ നന്നായിട്ട് കീപ്പ് ചെയ്യുക എന്നുള്ള നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു സെക്ഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. താങ്ക് യു.